മാനിസാസിന് വന്ദനം. ഇത് രണ്ട് സൈനിക ഉദ്യോഗസ്ഥരുടെ മാത്രം കഥയല്ല. വിശ്വാസം ഒരു മന്ത്രം പോലെയും ധൈര്യം ഒരു ബാഡ്ജ് പോലെയും നിശബ്ദത ഒരു വാൾ പോലെയും ധരിച്ച് രണ്ട് ധീര വനിതകളുടെ കഥയാണിത്. കേണൽ സോഫിയ ഖുറേഷിയുടെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെയും നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന്റെയും കഥയാണിത്. ഞങ്ങളുടെ കഥ രക്തസിന്ദൂരം. നേരിന്റെ കഥയാണ്, പോരിന്റെ കഥയാണ്, ഉണരുന്ന ഭാരത ഭൂവിന്റെ കഥയാണ്. ഉയരച്ചു വീണവ ഉടയുന്ന ചോര, കുറിമാന ധീര നോവിന്റെ കഥയാണ്. അഹമ്മദാബാദിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് സോഫിയ ഖുറേഷി ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ലക്ഷ്യമായിരുന്നു തന്റെ രാജ്യത്തെ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരിയാവണമെന്നത്. തന്റെ കളിക്കൂട്ടുകാർ പാവങ്ങളുമായി കളിക്കുമ്പോഴും റിപ്പബ്ലിക് ദിന പരേഡുകൾ കണ്ട് അവൾ മന്ത്രിച്ചു, ഒരു ദിവസം ഞാൻ ആ യൂണിഫോം ധരിക്കും. പിന്നീട് പഠനത്തിനു ശേഷം അവൾ ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ചേർന്നു. കാലം കടന്നുപോയി. ഇപ്പോൾ 2016 ചരിത്രത്തിൽ അവളുടെ പേര് കൊത്തിയെടുത്ത വർഷം. ACNS+ ചട്ടക്കൂടിന് കീഴിലുള്ള ഒരു ബഹുരാഷ്ട്ര സൈനിക പരിശീലനമാണ് എക്സസൈസ് ഫോഴ്സ് 18. 18 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പല ഭാഷകൾ സംസാരിക്കുന്ന പല പദവികളിൽ നിന്നുള്ളവരുമായ പലരും പങ്കെടുക്കുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പ്. അവിടെ ഭാരതത്തിന്റെ 40 അംഗ പുരുഷ സംഘത്തെ നയിക്കാനായി കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിന്റെ തീജ്വാലകൾ പ്രതിഫലിക്കുന്ന ഒരു ധീര വനിത. അവരാണ് സോഫിയ ഖുറേഷി. അത്രയും വലിയൊരു സൈനിക ക്യാമ്പിൽ സൈനികരെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഓഫീസറായി അവർ മാറി. അന്നത്തെ ക്യാമ്പിലെ ഏക വനിതാ പട്ടാളക്കാരിയും. തുടക്കത്തിൽ അവർ ഐക്യരാഷ്ട്രസഭയിലെ UN സമാധാന ദൗത്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അവിടെ അവരുടെ കടമ യുദ്ധം ചെയ്യുക എന്നതായിരുന്നില്ല, മറിച്ച് ആളുകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു. അക്രമത്താൽ തകർന്ന ഒരു നാട്ടിൽ സ്ഥിരത കൊണ്ടുവരാൻ അവർ ധൈര്യപൂർവ്വം പ്രവർത്തിച്ചു. അങ്ങനെ ഒരു സൈനികയ്ക്ക് സമാധാനത്തിന്റെ കാവൽക്കാരിയും ആകാൻ കഴിയും എന്ന് അന്ന് അവർ തെളിയിച്ചു. ഇത്തരത്തിൽ ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്താൻ സഹായിച്ച മറ്റു പല ദൗത്യങ്ങളിലും അവരുടെ കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ മറ്റൊരു പെൺപുലിയാണ് വ്യോമിക സിംഗ്. ഒരിക്കൽ ഒരു പെൺകുട്ടി ഒരു വ്യോമതാവളത്തിന് മുകളിൽ ഒരു ജെറ്റിരുമ്പുന്നത് നോക്കി നിന്നു. അവൾ ചെവി പൊത്തിയില്ല, അവൾ പുഞ്ചിരിച്ചു. കാരണം അത് അവളുടെ സ്വപ്നമായിരുന്നു. പിന്നീട് പഠനത്തിനു ശേഷം അവൾ ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു. പിന്നീട് കമാൻഡർ പദവിയിലേക്ക് ഉയർന്നു. ഒരിക്കൽ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ ഒരു ജൂനിയർ ഓഫീസർ പറക്കാൻ പഠിച്ചിരുന്നപ്പോൾ വ്യോമിക ലളിതമായി പറഞ്ഞു, ശത്രു നിങ്ങളുടെ ആത്മവിശ്വാസത്തിനായി കാത്തിരിക്കുന്നില്ല, ഇപ്പോൾ പറക്കുക, പിന്നീട് ചിന്തിക്കുക. പലരും സംശയിച്ചിരുന്നു, എന്തുകൊണ്ടാണ് സ്ത്രീകളെ മുൻനിരയിലേക്ക് അയക്കുന്നത്, അവർക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കുമോ എന്നല്ല. പക്ഷേ വ്യോമിക ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീട് പറന്നുയർന്നു, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വേഗത്തിൽ, ദൃഢനിശ്ചയത്തോടെ. അവളുടെ കഴിവിൽ സംശയമുള്ളവർക്ക് പോലും അവളുടെ ധൈര്യത്തിനു മുമ്പിൽ സല്യൂട്ട് ചെയ്യേണ്ടി വന്നു. അഴകൊത്ത കൈകളിൽ വളയില്ല വളരുന്ന തലമുറയ്ക്കൊരു നല്ല ചങ്കങ്ങൾ, കാരിയ കൊലുസിന്റെ താളങ്ങളല്ല ഈ നാടിൻ പൈതൃക സ്പന്ദനങ്ങൾ. അഴകൊത്ത കൈ
കടന്നുപോയി. രാഷ്ട്രത്തിന്റെ രണ്ട് അഭിമാന താരകങ്ങളായി അവർ മാറി. ഇതിനിടയിലാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട ആ ദിവസം വന്നെത്തിയത്. പഹൽഗാം താഴ്വരകൾ മഞ്ഞിന്റെ കണങ്ങളാൽ തിളങ്ങി. ഇളം പച്ച പുൽമേടുകൾക്കായി മഞ്ഞ് ഉരുകി മാറിക്കൊണ്ടിരുന്നു. ലിഡർ നദി കാശ്മീരിന്റെ ഹൃദയത്തിലൂടെ നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടും ഒരു സുന്ദരമായ ഗ്രാമം. ലിഡർ നദിയുടെ തീരത്തുകൂടി തീർത്ഥാടകർ, കുട്ടികൾ, പുരുഷന്മാർ, സ്ത്രീകൾ എന്നിവരെല്ലാം സന്തോഷത്തോടു കൂടി നടന്നുപോയിക്കൊണ്ടിരുന്നു. അവിടെ എവിടെയും ചിരിയുടെ കുമ്പളകൾ ഉയർന്നുകൊണ്ടിരുന്നു. അതാ നോക്കൂ, അതിനിടയിൽ രണ്ടാഴ്ച വിവാഹിതരായ യുവ ദമ്പതികൾ. അവൾ ഒരു ചുവന്ന ദുപ്പട്ട ധരിച്ചിരുന്നു. അവളുടെ പുഞ്ചിരി നാണം കലർന്നതായിരുന്നു. അവൻ അവളുടെ അടുത്തുകൂടെ നടന്നു, അവളെ ചെറുതായി കളിയാക്കിക്കൊണ്ട്. ഈ സ്ഥലം മനോഹരമാണ്, പക്ഷേ നിന്നേക്കാൾ കൂടുതലല്ല. അവൾ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ സ്വപ്നങ്ങൾ കൊണ്ട് തിളങ്ങി. അവൾ പറഞ്ഞു, അതാ നമുക്ക് ആ നദിക്കരയിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാം. നമ്മുടെ പുതിയ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കുകയും ചെയ്യാം. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും കൂടി എടുക്കാൻ സാധിക്കുന്ന അവസാന ഫോട്ടോ ആയിരിക്കും അത് എന്നത്. പെട്ടെന്ന് അവിടെ വെടിവെപ്പുകൾ മുഴങ്ങി. മുഖംമൂടിയും തോക്കും ധരിച്ച അനവധി ഭീകരന്മാർ അവിടെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഫലപ്രാതി ഈ പോലെ പടർന്നു. കുട്ടികൾ നിലവിളിച്ചും മുതിർന്നവർ അറിയും കൊണ്ട് ഓടാൻ ശ്രമിച്ചു. പക്ഷേ സമയം വളരെ വൈകിയിരുന്നു. അവർ പുരുഷന്മാരെ അവരുടെ ഭാരവാഹിയും കുട്ടികളുടെ അടുത്ത് നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയി. ഒരു പിതാവ് കരഞ്ഞപേക്ഷിച്ചു, അരുത്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എന്റെ മകളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കും. പക്ഷേ അവർ ആ മകളുടെ മുൻപിൽ വെച്ച് അവളുടെ പിതാവിനെ വെടിവെച്ച് കൊന്നു. പുതുതായി കല്യാണം കഴിഞ്ഞ ആ പെൺകുട്ടി കരഞ്ഞപേക്ഷിച്ചു, അരുത്, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും, അരുത്, അരുത്, അരുത്. തന്റെ ഭർത്താവിന്റെ ജീവനറ്റ ശരീരത്തിനരികിൽ ആ പെൺകുട്ടി മുട്ടുകുത്തിയിരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവന്റെ തല അവളുടെ മടിയിൽ, അവന്റെ രക്തം അവളുടെ കൈകളിൽ. അവളുടെ സ്വപ്നങ്ങൾ അവളുടെ വളകൾ നിലത്ത് വീണ് തകരുന്നത് പോലെ തകർന്നുപോയി. പക്ഷേ അവർ സ്ത്രീകൾ മാത്രം ഒന്നും ചെയ്തില്ല. അനുഭവം കൊണ്ടല്ല, മറിച്ച് ഈ ആഘാതം ജീവിതകാലം മുഴുവൻ അവർ വഹിക്കാൻ വേണ്ടി. ഒരമ്മ തന്റെ ഭർത്താവിന്റെ ജീവനത്തെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി? എങ്ങും പരക്കുന്ന പേവിഷപ്പുകയിൽ ജീവനായി കേഴുന്നൊരാർത്തനാദങ്ങൾ, അലയടിച്ചുയരുന്നൊരട്ടഹാസങ്ങളിൽ അഭയത്തിനായി കേണൊരരുമക്കൾ, അഭയത്തിനായി കേണൊരരുമക്കൾ. ഇങ്ങും പരക്കുന്ന പേവിഷപ്പുകയിൽ ജീവനായി കേഴുന്നൊരാർത്തനാദങ്ങൾ, അലയടിച്ചുയരുന്നൊരട്ടഹാസങ്ങളിൽ അഭയത്തിനായി കേണൊരരുമക്കൾ, അഭയത്തിനായി കേണൊരരുമക്കൾ. ഭാരതത്തിലെ പ്രതിരോധാസ്ഥാനത്തെ ഭൂഗർഭ മുറികൾ പ്രധാനമന്ത്രി, പ്രതിരോധ മേധാവികൾ അജിത് ഡോവൽ, NSA, റോ എന്നിവർ കൂടിക്കാഴ്ച നടത്തി. അവർ പറഞ്ഞു, ഇത് വെറും ഒരു ആക്രമണം മാത്രമായിരുന്നില്ല, നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകളുടെയും ആത്മാഭിമാനത്തിന് നേരെയുള്ള ഒരു അപമാനം കൂടിയായിരുന്നു. ചർച്ചകൾക്കൊടുവിൽ അവർ ഭാരതത്തിന്റെ തിരിച്ചടിക്ക് പേര് നിശ്ചയിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ. രക്തത്തിനോ ജീവനോ വേണ്ടിയല്ല, മറിച്ച് ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചതിനുള്ള മറുപടിയായി. പകയല്ല വേണ്ടത്, പ്രതികാരമല്ല, പണമാടിയുയർന്ന സീതാരമല്ല, പകരമോ ഭാരത സ്ത്രീത്വത്തിനൊരുവല്ല തിലകമായി മാറേണ്ട സിന്ദൂരമല്ലോ, തിലകമായി മാറേണ്ട സിന്ദൂരമല്ലോ. പകയല്ല വേണ്ടത്, പ്രതികാരമല്ല, പണമാടിയുയർന്ന സീതാരമല്ല, പകരമോ ഭാരത സ്ത്രീത്വത്തിനൊരുവല്ല തിലകമായി മാറേണ്ട സിന്ദൂരമല്ലോ, തിലകമായി മാറേണ്ട സിന്ദൂരമല്ലോ.
ഭീകരതയെ കണ്ടെത്തുക, പിന്തുടരുക, പിൻചെയ്യുക എന്നതായിരുന്നു. അതിനായി പാകിസ്ഥാനിലെ പ്രദേശങ്ങൾക്ക് മുകളിൽ റോയിന്റെ ഡ്രോണുകൾ നിശബ്ദമായി പറന്നു. അവ കൃത്യം 9 ഭീകര ക്യാമ്പുകളെ തിരിച്ചറിഞ്ഞു. പിന്നീട് മെയ് 7 പുലർച്ചെ 1:04 പാകിസ്ഥാന്റെ അടിപതറിച്ച വ്യോമാക്രമണം ഭാരതം ആരംഭിക്കുകയായിരുന്നു. കൃത്യമായി പരിശീലനം ലഭിച്ച കൃത്യനിഷ്ഠയുള്ള നിർഭയരായ ഇന്ത്യയുടെ യോദ്ധാക്കൾ മേഘങ്ങളിലൂടെ മിന്നൽപ്പിടൽ പോലെ ആകാശത്ത് പറന്നു. കൃത്യതയുള്ള മിസൈലുകൾ ഘടിപ്പിച്ച മിറാഷ്, സുഖോയ്, MK യുദ്ധവിമാനങ്ങൾ മിന്നൽ വേഗത്തിൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ലക്ഷ്യം വെച്ച ഓരോ ഭീകര ക്യാമ്പുകളും ചാരമാക്കി മാറ്റി. ഓരോ മിസൈലും ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി അന്ന് അവർ അറിഞ്ഞു. ഉണർന്നു സൈനിക വീരം ഞൊടിയിൽ തകർത്തു ഭീകര കേന്ദ്രങ്ങൾ നടുങ്ങി ലോകം സ്തുതിച്ചു പാടി നവയുഗ ഭാരത ശരീരങ്ങൾ നവയുഗ ഭാരത ശരീരങ്ങൾ ഉണർന്നു സൈനിക വീരം ഞൊടിയിൽ തകർത്തു ഭീകര കേന്ദ്രങ്ങൾ നടുങ്ങി ലോകം സ്തുതിച്ചു പാടി നവയുഗ ഭാരത ശരീരങ്ങൾ നവയുഗ ഭാരത ശരീരങ്ങൾ. പക്ഷേ യുദ്ധങ്ങൾ മിസൈലുകൾ കൊണ്ട് മാത്രം തീരുന്നില്ല. ജനങ്ങൾക്ക് തങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വേണമായിരുന്നു. അവർക്ക് സത്യം എന്തെന്ന് അറിയണമായിരുന്നു. അങ്ങനെ ഭാരതത്തിന്റെ 2 പുത്രിമാർ വെളിച്ചത്തിലേക്ക് കാലെടുത്തു വെച്ചു. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തുള്ള നാഷണൽ മീഡിയ സെന്ററിൽ പൂർണ്ണ യൂണിഫോം ധരിച്ച് കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിന്റെ തീജ്വാലയോടെ ഭാരതത്തിന്റെ 2 പുത്രിമാർ പത്രപ്രവർത്തകർക്ക് മുമ്പിൽ അഭിസംബോധന ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ ആക്രമണം എന്തിനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സോഫിയ ഖുറേഷി ഹിന്ദിയിലും വ്യോമിക സിംഗ് ഇംഗ്ലീഷിലും ഭാരതത്തിന്റെ സംയമനം ഈ ആക്രമണങ്ങൾ എങ്ങനെ കൃത്യതയോടെയും അച്ചടക്കത്തോടെയും നിർവഹിച്ചു എന്നും വിശദീകരിച്ചു. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വെറും വക്താക്കൾ മാത്രമായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയ ഓരോ സഹോദരന്മാർക്കും വേണ്ടി സംസാരിച്ച ധീര വനിതകൾ കൂടിയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ജനവാസ മേഖല പോലും ആക്രമിച്ചിട്ടില്ല, ഒരു സാധാരണക്കാരനെ പോലും വധിച്ചിട്ടില്ല. ഇരുട്ടിൽ വളരുന്ന വെറുപ്പിനെ നശിപ്പിക്കാൻ മാത്രമാണ് ഞങ്ങൾ പോയത്. ഓപ്പറേഷൻ സിന്ദൂറിനോടുകൂടി ഭീകര ശൃംഖലകൾ തകർന്നു, അവരുടെ ആത്മവിശ്വാസവും തകർന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു ആക്രമണം മാത്രമായിരുന്നില്ല, അതൊരു സന്ദേശം കൂടിയായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കാം, പക്ഷേ നിങ്ങൾ കാരണം ഈ രാജ്യത്തിൽ ചിന്തുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ പുത്രിമാർ ഉയർന്നു വരും. നെറ്റിയിൽ സിന്ദൂരത്തിന്റെ ശക്തിയോടെ അവളുടെ കൈകളിൽ നീതിയുമായി. പ്രിയമുള്ളവരെ, ഈ കഥ 2 ധീര വനിതകളെ കുറിച്ചോ ഒരാക്രമണത്തെ കുറിച്ചോ മാത്രമായിരുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന തന്റെ കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കാമായിരുന്നിട്ടും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കുന്ന ഓരോ പട്ടാളക്കാരനെയും കൂടിയായിരുന്നു. ഇന്ത്യൻ സായുധ സേനയ്ക്കും നമ്മുടെ രാജ്യത്തിനായി ജീവൻ ത്യജിച്ച എല്ലാ സൈനികർക്കും വേണ്ടി ഈ കഥ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആളിപ്പടരും തീഷ്ണയിൽ നിന്നുയരും ഘർഷണ ഘോഷമിതാ, ഇതാണ് ഭാരത നാട്ടിൻ ഉജ്ജ്വല വിജയത്തിൻ നിമിഷം. ആളിപ്പടരും തീഷ്ണയിൽ നിന്നുയരും ഘർഷണ ഘോഷമിതാ, ഇതാണ് ഭാരത നാട്ടിൻ ഉജ്ജ്വല വിജയത്തിൻ നിമിഷം. വിജയത്തിൻ നിമിഷം, വിജയത്തിൻ നിമിഷം.